ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അടുത്ത ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററാണ് പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫ്രീ കൺസെൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഫ്രീ കൺസെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അയാളുടെ ഫുൾ കൺസെൻറ്റ്, സമ്മതം അല്ലേ, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയായിട്ടാണ് നമ്മൾ ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് വെച്ചെങ്കിൽ അതാണ് ഫ്രീ കൺസെൻറ്റ് എന്നുള്ളതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് തുടങ്ങാം, ശ്രദ്ധിക്കുക കേട്ടോ. Section 13 of the Act define consent as two or more persons are said to be consent when they agree upon the same thing in the same sense. അപ്പോൾ രണ്ട് പേരിൽ സമ്മതം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ച് അയാളുടെ ഒരേ തരത്തിൽ രണ്ട് പേരും സമ്മതിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു കൺസെൻറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും ഒരേപോലെ സമ്മതിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 13 ഓഫ് ദി ആക്ട് ഡിഫൈൻ കൺസെൻറ്റ് ആസ് two or more persons are said to be consent when they agree upon the same thing in the same sense. ഒരു കാര്യത്തിന് ഒരേ സെൻസിൽ തന്നെ യാതൊരു തരത്തിലുള്ള എന്തുണ്ടാവരുത്, അത് വേണ്ടാന്നോ അങ്ങനെ ഒരു മനോഭാവമേ ഉണ്ടാവാതെ ചെയ്യാം, ഒരാളൊരു കാര്യം പറയുമ്പോൾ മറ്റേ ആൾ സമ്മതിക്കുക അല്ലെ, ചെയ്യാമെന്ന് സമ്മതിക്കുക. യാതൊരു തരത്തിലുള്ള വേണ്ട എന്നുള്ളൊരു മനോഭാവവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ സമ്മതിക്കുന്നതിനെയാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കൺസെൻറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് അല്ലെ. ഐഡൻറ്റിറ്റി ഒരുപോലെ, രണ്ടാളുടെ മനസ്സ് ഒരുപോലെ വരിക. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ദാറ്റ് ഈസ് അഗ്രീയിങ് അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേ സെൻസിൽ തന്നെ അഗ്രി ചെയ്യുന്നതിനെയാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രീ കൺസെൻറ്റിൽ നമുക്ക് പറയാനുള്ളത് കൺസെൻറ്റ് എന്ന് പറയാനുള്ളത്. ഇനി അപ്പോൾ കൺസെൻറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് മീനിങ് ഓഫ് ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് കൺസെൻ്റ് ആണ്. ഇനി മീനിങ് എന്തൊക്കെയാണ് നോക്കാം. ഫ്രീ കൺസെൻറ്റ് ഈസ് ദ റിയൽ കൺസെൻറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാലിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ കൺസെൻ്റ് ആണ് വിച്ച് ഈസ് റിക്വയർഡ് ടു മേക്ക് ഒരു വാലിഡ് നമ്മൾ പറഞ്ഞു മുന്നേ ഫസ്റ്റ് ചാപ്റ്ററിലല്ല സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരുടെയും ഫ്രീ കൺസെൻറ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് ഈസ് ദ റിയൽ കൺസെൻറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ്, നമുക്ക് നിയമപ്രകാരം ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നിയമപ്രകാരം ആളുടെ സമ്മതം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനെയാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ദി പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഷുഡ് ഹാവ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. എല്ലാവരും ഒരേപോലെ ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് പറഞ്ഞാൽ സെയിം തിങ് നമ്മളെന്താണോ ചിന്തിക്കുന്നത് വെച്ചെങ്കിൽ ആ തരത്തിൽ തന്നെ മറ്റേയാളും ചിന്തിക്കുക അല്ലേ. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് ഫ്രീ കൺസെൻറ്റ് ഉണ്ടാക്കുവാനും അതേമാതിരി തന്നെ കോൺട്രാക്റ്റ് ഉണ്ടാക്കാനും സാധിക്കുകയുള്ളൂ. According to section 14 of the Contract Act 14 പ്രകാരം consent is said to be free when it is not caused by. കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആവണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഏതൊക്കെ കാര്യങ്ങളാണ് താഴെ പറയുന്നവ ഉണ്ടാവാൻ പാടില്ലാത്തത്? കൊയേഷൻ ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 15. ആ സെക്ഷനൊക്കെ പഠിക്കണം, നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. സെക്ഷനൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കൊയേഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 15. കൊയേഷൻ അല്ലേ. പിന്നെ 2 അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് പറയുന്നത് ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 16. പിന്നെ ഫ്രോഡ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 17. പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 18. പിന്നെ മിസ്റ്റേക്ക് സബ്ജക്റ്റ് ടു പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 20, 21 ആൻഡ് 22. ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഫ്രീ കൺസെൻറ്റ് അല്ലാണ്ട് വരെ ഏതൊക്കെ സമയത്ത് ഉള്ളതാണെന്നാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇത്രയും പോയിൻറ്റുകൾ പഠിക്കണം, അപ്പോഴാണ് നമ്മൾ ഈ ചാപ്റ്റർ കഴിയുള്ളൂ. കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പതുക്കെ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പോവാം. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 14 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് 14 പ്രകാരം കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ കൺസെൻറ്റ് വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ. താഴെ പറയുന്ന കാര്യങ്ങളൊന്നും അതിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഏതൊക്കെയാണ്? കൊയേഷൻ ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 15. പിന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 16. ഫ്രോഡ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 17. മിസ്റെപ്രസെൻറ്റേഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 18. മിസ്റ്റേക്ക് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻ സെക്ഷൻ 20, 21 ആൻഡ് 22.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രീ കൺസെൻറ്റ് എന്നുള്ളതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ഫ്രീ കൺസെൻറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താ ഫ്രീ കൺസെൻറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് ഈസ് ദ റിയൽ കൺസെൻറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാലിഡ് കോൺട്രാക്റ്റ്. അപ്പോൾ ഒരു ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? വേണ്ട ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് അല്ലേ. ഇപ്പോൾ ഏതൊക്കെ പാർട്ടീസ് തമ്മിലാണോ കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അവർ തമ്മിൽ ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് പാടാത്തത് എന്നുള്ളതാണ് കൊയേഷൻ. കൊയേഷൻ മേ ബി ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 15. undue influence is defined in section 16. പിന്നെ fraud is defined in section 17. misrepresentation is defined in section 18. mistake ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. agreement are made without free consent in the following cases. താഴെ പറയുന്ന കേസിലൊന്നും നമുക്ക് ഫ്രീ കൺസെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഫ്രീ കൺസെൻറ്റ് കിട്ടണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒന്നും ഫ്രീ കൺസെൻറ്റ് കിട്ടിയില്ല. അത് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഫ്രീ കൺസെൻറ്റ് കിട്ടാത്തത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്. ഇതിലൂടെയൊക്കെയാണ് കോൺട്രാക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഫ്രീ കൺസെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കൊയേഷൻ നോക്കുക. വെൻ കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൊയേഷൻ, കൊയേഷനിലൂടെയാണ് കൺസെൻറ്റ് കിട്ടിയത്. കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ. ഇൻ സിമ്പിൾ ലാംഗ്വേജ്, വെൻ എ പേഴ്സൺ ഈസ് കമ്പൽഡ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് by the use of force by the other party under threat, coercion is said to be employed. അപ്പോൾ എന്താ പറയുക? വെൻ എ കോൺട്രാക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൊയേഷൻ, നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് കൊയേഷനിലൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ. നമുക്ക് കൺസെൻറ്റ് ഫ്രീ അല്ല, ഫ്രീ കൺസെൻറ്റ് അല്ല അല്ലേ. ഇൻ സിമ്പിൾ ലാംഗ്വേജ്, വെൻ എ പേഴ്സൺ ഈസ് കമ്പൽഡ്, കമ്പൽ ചെയ്യാൻ നിർബന്ധിക്കുക അല്ലേ. വെൻ എ പേഴ്സൺ ഈസ് കമ്പൽഡ് ടു എൻറ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്, ഇപ്പോൾ ഒരാളെ നമ്മൾ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും കോൺട്രാക്റ്റിൽ വരണം എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് അല്ലേ. ബൈ ദി യൂസ് ഓഫ് ഫോഴ്സ് ബൈ ദി അതർ പാർട്ടി, ഒരാൾ ഫോഴ്സ് ചെയ്യുന്നു അല്ലേ. ബൈ ദി യൂസ് ഓഫ് ഫോഴ്സ് ബൈ ദി അതർ പാർട്ടി ഓർ അണ്ടർ ത്രെറ്റ്, അങ്ങനെയാണെങ്കിൽ ആ കൊയേഷൻ ഈസ് സെഡ് ടു ബി എംപ്ലോയിഡ്. അതാണ് നമ്മൾ പറയുന്നത്. നോക്കുക. കൊയേഷൻ ഈസ് ദ കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ് and the unlawful detaining or threatening to detain any property to the prejudice of any person whatever with the intention of causing any person to enter into an agreement. ഡെഫിനേഷൻ അതേമാതിരി പഠിക്കണം കേട്ടോ. അപ്പോൾ നോക്കുക, സെക്ഷൻ 15 നമ്മൾ കൊയേഷൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക. കൊയേഷൻ ഈസ് ദ കമ്മിറ്റിംഗ് ഓർ ത്രെട്ടനിങ് ടു കമ്മിറ്റ്. കൊയേഷൻ എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ത്രെട്ടൺ ചെയ്യുക അല്ലെ, ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണി ആദ്യം കമ്മിറ്റിംഗ് അല്ലെങ്കിൽ ത്രെട്ടനിങ് ടു കമ്മിറ്റിംഗ്, ഭീഷണിപ്പെടുത്തുക. നമ്മളൊരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല അത് ചെയ്യാൻ. അപ്പം നമ്മൾ ആ ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ത്രെട്ടൺ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്, ഭീഷണിപ്പെടുത്തുന്നു. ത്രെട്ടണിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ, ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ എന്താ? വിലക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം വിലക്കപ്പെട്ടിരിക്കുന്നു. എവിടെ? ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ പീനൽ കോഡിൽ അത് വിലക്കപ്പെട്ടിട്ടുണ്ട്. ഓർ ദി അൺലോഫുൾ ഡീറ്റെയിനിങ്, അൺലോഫുൾ ഡീറ്റെയിൻ ചെയ്യുക പറഞ്ഞാൽ തടഞ്ഞു വയ്ക്കുക, അൺലോഫുള്ളായിട്ട് കാര്യങ്ങൾ തടഞ്ഞു വയ്ക്കുക. ഓർ ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ, ഇനി എന്താ? ഭീഷണിപ്പെടുത്തിയിട്ട് തടഞ്ഞു വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? അൺലോഫുള്ളാണ്, ചെയ്യാൻ പാടില്ല പറഞ്ഞത്, പക്ഷേ നമ്മളത് എങ്ങനെയും ചെയ്യുന്നു, സാധാരണഗതിയിൽ വെച്ചാൽ അങ്ങനെ. പക്ഷേ ത്രെട്ടനിങ് ടു ഡീറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ തടഞ്ഞു വയ്ക്കുന്നു. എനി പ്രോപ്പർട്ടി ടു ദ പ്രജുഡീസ് ഓഫ് എനി പേഴ്സൺ, ആരുടെയെങ്കിലും പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ, വാട്ട് എവർ വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്. എന്താണ് നമ്മുടെ ഇൻറ്റൻഷൻ? ഇൻറ്റൻഷൻ എന്ന പർപ്പസ്, ഉദ്ദേശം എന്താണ്? ഓഫ് കോസിങ് എനി പേഴ്സൺ, ഏതെങ്കിലും ഒരാൾ അഗ്രിമെൻറ്റിൽ വരണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി വേറൊരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ ഇതിൽ അഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് കൊയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയാം കേട്ടോ. അപ്പോൾ കൊയേഷൻ ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പം നമ്മൾ പറഞ്ഞു കൺസെൻറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. വെൻ എ കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൊയേഷൻ ദ കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ. കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് അണ്ടർ കൊയേഷൻ ഈസ് ത്രട്ടനിങ്ങിലൂടെയാണ് കൊയേഷനിൽ നമ്മൾ കൺസെൻറ്റ് മേടിക്കുന്നത്. നോക്കുക, coercion is the committing or threatening to commit or any act forbidden by Indian Penal Code or the unlawful detaining or threatening to detain any property to the prejudice of any person whatever with the intention of causing any person to enter into a agreement. Clear ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. An analysis of the above definition reveals that the consent is said to be caused by the coercion. ഇപ്പോൾ ഈ ഡെഫിനേഷൻ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി കൺസെൻറ്റ് ഒരാൾ തന്നെത്താൻ തന്നതല്ല, അയാളെ ത്രട്ടൻ ചെയ്തിട്ട് അല്ലേ, അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമുക്ക് കൺസെൻറ്റ് കിട്ടിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. വെൻ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പ്രഷർ ബൈ ദി ഫോളോയിങ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ പ്രഷർ വരുന്നത് എന്നുള്ള പോയിൻറ്റ്സുകളാണ് പറയുന്നത്. അങ്ങനത്തെ പോയിൻറ്റുകൾ ഒരു 5 പോയിൻറ്റുകളാണ് പറയുന്നത് കേട്ടോ. ഈ ഡെഫിനിഷനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 5 എണ്ണമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക കേട്ടോ. Committing or threatening to commit any act forbidden by Indian Penal Code. Committing or നമ്മളൊരു കാര്യം കമ്മിറ്റ് ചെയ്യുക. ആ കമ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? ത്രട്ടനിങ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് കാര്യം കമ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കമ്മിറ്റിംഗ് ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ചെയ്യാവുന്ന വിലക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡ് അത് വിലക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? കമ്മിറ്റിംഗ് ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ആസ് പെർ ദിസ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ഫോർ ഒബ്റ്റെയിനിങ് ദ കൺസെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. നമുക്കൊരു കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്, ഒരു കമ്മിറ്റ് ചെയ്യുക, ഒരു ഒഫൻസ് ചെയ്യുക, ഫോർ ഒബ്റ്റെയിനിങ് അത് കൺസെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദസ് ഡൂയിങ് സംതിങ്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് എൻ ഒഫൻസ് ഈസ് പണിഷബിൾ ഇന്ത്യൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒഫൻസ് നമ്മൾ ചെയ്യുന്ന കാര്യം ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം പണിഷബിൾ ആണെങ്കിൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് അണ്ടർ ദിസ്, അതാണ് അതിലെ പ്രധാനപ്പെട്ട എലമെൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. ആക്ച്വൽ കമ്മിറ്റിംഗ് ദി ഒഫൻസ് ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ് ഈസ് ഇനഫ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് കൊയേഷൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ശരിക്കും കമ്മിറ്റ് ചെയ്യണം, അല്ലാണ്ട് ത്രട്ടൻ ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ ത്രട്ടൻ ചെയ്ത് കമ്മിറ്റ് ചെയ്തപ്പോൾ അതെന്തായി ഒരു കൊയേഷനായിട്ട് മാറുകയാണ് ചെയ്തത്. അത്രയാണ് അതിൽ പറയാനുള്ളൂ കേട്ടോ. എത്രയാണ് ഫസ്റ്റ് പോയിന്റ്? കമ്മിറ്റിംഗ് ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ, അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രട്ടനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. അൺലോഫുള്ളാണ്, അപ്പോൾ അത് കാരണം തടഞ്ഞു വയ്ക്കുക. അതും ത്രട്ടൻ ചെയ്തിട്ട് ഡീറ്റെയിൻ ചെയ്യുക, ത്രട്ടൻ ഭീഷണിപ്പെടുത്തിയിട്ട് തടഞ്ഞു വയ്ക്കണതും വ്യത്യാസമുണ്ടല്ലോ, അതാണ് പറയുന്നത്. അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രട്ടനിങ് ടു ഡീറ്റെയിനിങ് എനി പ്രോപ്പർട്ടി. ഡീറ്റെയിനിങ് ദ പ്രോപ്പർട്ടി, ഡീറ്റെയിൻ ചെയ്യുന്ന തടഞ്ഞു വയ്ക്കുക. ഡീറ്റെയിനിങ് ദ പ്രോപ്പർട്ടി ഓർ ത്രട്ടനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി ഈസ് ഓൾസോ എമൗണ്ടിങ് ടു കൊയേഷൻ അല്ലേ. അതും ഒരു കൊയേഷനാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഡീറ്റെയിനിങ് ദ പ്രോപ്പർട്ടി, ഡീറ്റെയിൻ ചെയ്യുക, തടഞ്ഞു വയ്ക്കുക, അല്ലെങ്കിൽ ത്രട്ടനിങ് ടു ഡീറ്റെയിൻ, ഭീഷണിപ്പെടുത്തിയിട്ട് തടഞ്ഞു വയ്ക്കുക, ഈസ് ഓൾസോ എമൗണ്ടിങ് ടു എ കൊയേഷൻ. If any property is detained by any person by use of force or otherwise, other party may be forced to give consent to the agreement. In this case, law never threat the consent as free. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെ ഫ്രീ കൺസെൻ്റ് ആയിട്ട് ലോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്. ഇനി തേർഡ് പോയിന്റ്, ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്. അപ്പം നമ്മുടെ ഇൻറ്റൻഷൻ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ത്രട്ടനൊക്കെ ചെയ്തത്? നമ്മുടെ ഉദ്ദേശം എന്താണ്? ഒരാൾ ഈ എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യണം എന്നാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അല്ലേ. ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്. അപ്പോൾ ടു പ്രൂവ് കൊയേഷൻ ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ദാറ്റ് ദ കമ്മിറ്റിംഗ് ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ് എ ഫോർബിഡൻ act as is existent, but it is also be established that the committing or the threat of such a forbidden act was effectively used with the intention. നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്? ഉദ്ദേശം എന്താണ്?
കമ്പൽ ചെയ്യണം, നിർബന്ധിക്കുക എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്, ഒരാൾ ഈ എഗ്രിമെൻറ്റിൽ വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ. കമ്പല്ലിങ് എ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്, ഒരാൾ ഈ എഗ്രിമെൻറ്റിൽ വരണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതാണ് ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്. നമ്മുടെ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു ഒരാൾ ഈ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യണം എന്നുള്ളത്, അതാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പോയിൻറ്റ്, coercion can be applied either by a party to the contract or even by a stranger. ഇനി ഈ കൊയേഷൻ നമ്മൾ നിർബന്ധിക്കുന്നു അല്ലേ, ഒന്നെങ്കിൽ ഈ പാർട്ടിയിലെ ഈ കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും പാർട്ടീനെ, സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ഒരാൾ തന്നെ അല്ലേ. അപ്പോൾ ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ കൊയേഷൻ മേ ബി അപ്ലൈഡ് എഗൻസ്റ്റ് എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഓർ എനി അതർ പേഴ്സൺ, ഒന്നെങ്കിൽ ഈ കോൺട്രാക്റ്റുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ വേറൊരാൾ അല്ലേ, ഈവൺ ബൈ എ സ്ട്രേഞ്ചർ ടു ദി കോൺട്രാക്ട്. നെക്സ്റ്റ് വൺ, ദ പ്ലേസ് ഓഫ് കൊയേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മെറ്റീരിയൽ ആവുക, ഇമ്മെറ്റീരിയൽ പറഞ്ഞാൽ യാഥാർത്ഥ്യമില്ലാത്തതാവുക, യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ലാണ്ട് യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങൾ, ഇമ്മെറ്റീരിയൽ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് വെച്ചെങ്കിൽ അത്. An act to amount to coercion must be such that has been forbidden by Indian Penal Code. ഇമ്മെറ്റീരിയലായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അതിനെ ഫോർബിഡൻ ചെയ്യുന്നു, വിലക്കപ്പെടുന്നു. However, it is immaterial whether the penal code is or not in force at a place where it is performed. അപ്പോൾ നമുക്കത് എന്താക്കാൻ വേണ്ടി സാധിക്കില്ല. However, it is immaterial ആണെങ്കിൽ whether the penal code is not in a force where അത് ശരിയായ തരത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് കൊയേഷൻ എന്താണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന, ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫ്രീ കൺസെൻറ്റ് കിട്ടാത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കൊയേഷനിൽ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൊയേഷൻ ഒന്നും കൂടിയും, കൊയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെ, ത്രട്ടനിങ് കമ്മിറ്റ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ഡീറ്റെയിൻ, അൺലോഫുള്ളായിട്ട് ഡീറ്റെയിൻ ചെയ്യുകയാണെങ്കിലും അത് ത്രട്ടൻ ചെയ്ത് ഡീറ്റെയിൻ ചെയ്യുക. അൺലോഫുള്ളായിട്ട് നിയമപ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തടഞ്ഞു വെക്കുന്നു അല്ലേ, അത് ത്രട്ടൻ ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ആ പോയിൻറ്റ്സ്, ആ ഡെഫിനേഷൻ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് കമ്മിറ്റിംഗ് ഓർ ത്രട്ടനിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. പിന്നെന്താണ് അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രട്ടനിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. Intention of causing any person to enter into an agreement. പിന്നെ coercion can be applied either by a party to the conduct or even by a stranger. The place of coercion എന്ന് പറയുന്നത് എന്താവുക, immaterial. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് threat to commit suicide. ഡസ് ഇറ്റ് എമൗണ്ട് ടു കൊയേഷൻ. നമ്മൾ ത്രെട്ട് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യുക അല്ലേ, അത് കൊയേഷനാണ്. ഡസ് ഇറ്റ് എമൗണ്ട് ടു കൊയേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയുന്നത്. ബൈ ത്രെറ്റ് ഓഫ് സൂയിസൈഡ് one may force another for giving consent to an agreement. In this connection, a question may arise whether threat of suicide is an offense or not. അപ്പോൾ നമ്മൾ ഈ ത്രെട്ട് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ത്രെറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, ത്രെട്ട് ചെയ്തിട്ട് സൂയിസൈഡ് ചെയ്യാൽ അത് ഒഫൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ് പറയുന്നത്. അതിന് കുറച്ച് ഉദാഹരണങ്ങളുണ്ട്, ആ ഉദാഹരണ പ്രകാരമാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. The question in detail was discussed by മദ്രാസ് ഹൈക്കോർട്ടിലാണ് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്ഹാൻ അമരാജു വേഴ്സസ് ശേഷമ ഇൻ ദിസ് ഒരു കേസാണ്. ആ കേസ് പ്രകാരമാണ് പറയുന്നത്. എ പേഴ്സൺ ഹെൽഡ് ഔട്ട് ടു ത്രെറ്റ് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ് ടു ഹിസ് വൈഫ് അല്ലേ ആൻഡ് സൺ if they did not execute to release in favor of his brother in respect of certain properties. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഒരു കേസ് മദ്രാസ് കോടതിയിലുണ്ടായ, മദ്രാസ് ഹൈക്കോടതിയിലുണ്ടായ ഒരു കേസ് പ്രകാരമാണ് ഇതൊരു ഒഫൻസ് ആണോ അല്ലയോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അത് പ്രകാരം പറയുന്നത് എന്താ വെച്ചാൽ മദ്രാസ് ഹൈക്കോടതിയിലുണ്ടായ ഒരു കേസാണ്. ഇഫ് എ പേഴ്സൺ ഹെൽഡ് ഔട്ട് എന്താ ചെയ്തത്, എ ത്രെറ്റ് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ് എങ്ങനെയാണ്
to his wife and son, എന്തിന്, if they did not execute release in favor of his brother in പ്രോപ്പർട്ടിയുടെ മുകളിൽ അല്ലേ, in respect of certain property, the wife and son executed the release deed under the threat. അവർ വൈഫും സണ്ണും അവരെ ത്രട്ടൺ ചെയ്തു, ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം ഒരു ഡീഡ് പ്രകാരം എഴുതി. executed the release deed under the threat. held the threat of suicide amounted to coercion with the section 15 and the release deed was therefore voidable. അത് പ്രകാരം ആ റിലീസ് ഡീഡ് എങ്ങനെയായി, വോയിഡബിൾ ആയി എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് വോയിഡബിൾ ആവാനുള്ള കാരണം എന്താണ്? held the threat of suicide amount of to coercion within section 15. ആ ഡീഡിൽ പറയുന്നുണ്ട്, അവരെ ത്രട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തുണ്ടായി എന്നാണ് പറയുന്നത്, ദിസ് ഈസ് വോയിഡബിൾ ഇൻ ദി കേസ് പ്രകാരം അത് വോയിഡബിളായി. നെക്സ്റ്റ് വൺ വേറൊരു കേസും കൂടിയുണ്ട്. പുരബി വേഴ്സസ് ബാസുദേവ് മുഖർജി എന്ന് പറഞ്ഞൊരു കേസും കൂടിയും പറയുന്നുണ്ട്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ്, അതിലെങ്ങനെയായിരുന്നു, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഈസ് പണിഷബിൾ അണ്ടർ ദി കോഡ്. നമ്മൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് പണിഷബിളാണ് അല്ലേ, കോടതിയിൽ പണിഷബിളാണ്. വൺ കമ്മിറ്റിംഗ് സൂയിസൈഡ് പ്ലേസസ് ഹിംസെൽഫ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ലോ, പുറമേ ആണെങ്കിൽ ഓൾസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് പണിഷ്മെൻറ്റ്, ബട്ട് ഡസ് നോട്ട് മീൻ ഇറ്റ് ഈസ് നോട്ട് ഫോർബിഡ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് അതിനെ എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. ദസ് എ ത്രെറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് എമൗണ്ടഡ് ടു കൊയേഷൻ. അപ്പോൾ ത്രെറ്റ് ചെയ്യുക, ഒരു സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി സൂയിസൈഡ് ചെയ്യുമ്പോൾ ത്രെറ്റ് ടു കമ്മിറ്റാണ്, ത്രെറ്റായിട്ടാണ് നമ്മൾ സൂയിസൈഡ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതെന്താണ്, എമൗണ്ടഡ് ടു കൊയേഷനിൽ വരുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ത്രെറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഒഫൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ആ രണ്ട് എക്സാമ്പിൾ മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുകയാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് എടുക്കാനുള്ളത് ഇഫക്ട്സ് ഓഫ് കൊയേഷൻ. ഈ കൊയേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഇഫക്ട്സ് അല്ലേ, ബലങ്ങൾ, എന്തൊക്കെ ഇഫക്ട്സുകളാണ് കൊയേഷനിലൂടെ ഉണ്ടാവുന്നത്, ഇഫക്ട്സ് ഓഫ് കൊയേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. സെക്ഷൻ 19 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട്, സെക്ഷൻ 19 പ്രകാരം ലേസ് ഡൗൺ ദാറ്റ് when the consent of a party to a contract is obtained by coercion. അപ്പം നമ്മൾ പറഞ്ഞു ത്രട്ടൺ, കൊയേഷൻ എന്ന് പറഞ്ഞാൽ ത്രട്ടണിങ്ങിലൂടെയാണ് നമുക്ക് കൺസെൻറ്റ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വോയിഡബിൾ. നമ്മൾ പറഞ്ഞു നേരത്തെ മറ്റേ സൂയിസൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വോയിഡബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് സോ ഒബ്റ്റെയിൻ ദാറ്റ് ഈസ് ദി എഗ്രീവ്ഡ് പാർട്ടി, പറഞ്ഞാൽ തേർഡ് പാർട്ടി. അപ്പം നമുക്ക് കൺസെൻറ്റ് കിട്ടിയത് കൊയേഷനിലൂടെയാണെങ്കിൽ അതെന്തായിരിക്കും, വോയിഡബിൾ ആയിരിക്കും. നോക്കുന്നുണ്ടെങ്കിൽ പറയാം. സെക്ഷൻ 19 ഓഫ് ദി കോൺട്രാക്റ്റ് ആക്ട് ലേസ് ഡൗൺ ദാറ്റ് എന്താ പറയുന്നത്, വെൻ ദി കൺസെൻറ്റ് ഓഫ് എ പാർട്ടി ടു എ കോൺട്രാക്ട് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൊയേഷൻ അല്ലേ. അപ്പം നമുക്കിവിടെ കൺസെൻറ്റ് കിട്ടിയത് കൊയേഷനിലൂടെയാണ് നമുക്ക് കൺസെൻറ്റ് കിട്ടിയത് വെച്ചെങ്കിൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വോയിഡബിൾ ആണ്. അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് സോ ഒബ്റ്റെയിൻ, എങ്ങനെയാണ് കൺസെൻറ്റ് കിട്ടിയത്, ദാറ്റ് ഈസ് ദി എഗ്രീവ്ഡ് പാർട്ടി, മൂന്നാമതൊരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയാണ് കൺസെൻറ്റ് കിട്ടിയത് അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് വോയിഡബിൾ ആണ്. Thus, it will be voidable contract. However, the aggrieved party decide not to avoid the contract, then it will remain valid. പക്ഷേ ആ മൂന്നാമതൊരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയാണ്, അയാളുടെ ഉദ്ദേശം എന്തായിരിക്കും, ആ കോൺട്രാക്റ്റ് ദ aggrieved party decide not to avoid the കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യണം എന്ന് aggrieved party വിചാരിക്കുന്നില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, then it will remain valid. According to section 72, a person, ഒരാളെ to whom money has been paid, നമ്മളിപ്പോൾ ആരുടെയെങ്കിലും കാശ് കൊടുത്തു, I have paid or anything has been delivered under coercion must repay or return it. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ എയും ബിയും കൂടി തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് എ 10,000 രൂപ കൊടുക്കാനുള്ളത് ബി ആണ്, തൽക്കാലം എയുടെ കയ്യിൽ കാശില്ലാത്ത കാരണം ബി ഒരു 10,000 രൂപ എടുത്തിട്ട് കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ, അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് ബി ആണ് കാശ് കൊടുത്തത് 10,000 രൂപ തിരിച്ച്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, ആ റീപേ ചെയ്യണം, റിട്ടേൺ ചെയ്യണം അല്ലേ. കാശ് ഇപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിൽ കാശില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിക്കുന്നു അല്ലേ. ആ കാശ് കടം മേടിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അല്ലേ. അതാണ് പറയുന്നത്.
But according to section 72, a person to whom money has been paid, നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുത്തു, or anything has been delivered under coercion ത്രട്ടൺ ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തത്, അപ്പോൾ must repay and return it. അപ്പം the responsibility of proving that the consent of a party to a contract was caused by coercion, നമ്മളത് പ്രൂവ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? കോടതിയിൽ എല്ലാറ്റിനും പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രൂവ് ചെയ്യണം. ഈ കൺസെൻറ്റ് മേടിച്ചത് കൊയേഷനിലൂടെയാണ്, ശരിക്കുള്ള ഒരു സമ്മതം കൊടുത്തിട്ടില്ല, കൺസെൻറ്റ് കിട്ടിയത് കൊയേഷനിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്യണം. The responsibility of proving that the consent of a party to a contract was caused by coercion that he would not have entered into it had coercion not been employed lies on the party who want to relieve himself of the consequence of coercion. അല്ലേ? അപ്പോൾ ഇതൊക്കെ മേടിച്ചത് കൊയേഷനിലൂടെയാണ് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? റെസ്പോൺസിബിലിറ്റി, എന്താണ് ഉത്തരവാദിത്തം? ഓഫ് പ്രൂവിങ് ദാറ്റ് ദ കൺസെൻറ്റ് ഓഫ് എ പാർട്ടി ടു എ കോൺട്രാക്ട് വാസ് കോസ്ഡ് ബൈ, എങ്ങനെയാണ് കൺസെൻറ്റ് കിട്ടിയത്? കൊയേഷൻ. ദാറ്റ് ഹി വുഡ് നോട്ട് ഹാവ് എൻറ്റേർഡ് ഇൻ ടു ഹാഡ് കൊയേഷൻ നോട്ട് ബീൻ എംപ്ലോയ്ഡ് ലൈസ് ഓൺ ദി പാർട്ടി ഹൂ വാണ്ട് ടു റിലീവ് ഹിംസെൽഫ് ഓഫ് ദി കോൺസിക്വൻസ്. അപ്പം മറ്റേ പാർട്ടി എന്ത് പറയും? ഞാൻ കൊയേഷനിലൂടെയൊന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എതിർത്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. എന്ത് പ്രൂവ് ചെയ്യണം? ഈ കൺസെൻറ്റ് മേടിച്ചത് കൊയേഷനിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിൽ കേസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൺസെൻറ്റ് മേടിച്ചത് കൊയേഷനിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്യണം. മറ്റേ പാർട്ടി അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പറയും, കാരണം കൺസെൻറ്റ് മേടിച്ചത് കൊയേഷനിലൂടെയൊന്നും അല്ല എന്നുള്ള കാര്യം പറയും. അപ്പോൾ അതിനെ ഓവർകം ചെയ്ത് അതിനെ ഇതാക്കിയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കുക, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. A railway company refuses to deliver certain goods to consignee. കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ടൻസിയിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, കൺസൈൻമെൻറ്റ്. ഈ കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നു, എവിടേക്ക്? ഡൽഹിയിലേക്ക് ഓർഡർ ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം, എന്തെങ്കിലും പ്രത്യേക സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് ഓർഡർ ചെയ്യുന്നു. അപ്പം നമ്മൾ ആരാണ്? ഓർഡർ ചെയ്യുന്ന ആളേനെ നമ്മളിപ്പോൾ കൺസൈനി, മേടിക്കുന്ന ആൾ കൺസൈനർ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കൺസൈനിയും മറ്റേ ആൾ കൺസൈനറുമാണ് കേട്ടോ. അപ്പോൾ എ റെയിൽവേ കമ്പനി റെഫ്യൂസസ് ടു ഡെലിവർ സർട്ടൺ ഗുഡ്സ് ടു ദ കൺസൈനി, അല്ലേ? എക്സെപ്റ്റ് അപ്പോൺ ദി പേയ്മെൻറ്റ് ഓഫ് എൻ ഇലീഗൽ ചാർജ് ഓഫ് കാരേജിൻ്റെ മുകളിൽ ഇലീഗൽ ചാർജ് ഈടാക്കുന്നു, അല്ലേ? അപ്പോൾ ആ കൺസൈനർ, ഡൽഹിയിലിരിക്കുന്നവരാണ് കൺസൈനർ, അല്ലേ? അവർ ആ സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ഡെലിവറി ചെയ്ത് തരുമ്പോൾ കാശ് വരും, പിന്നെ ഫ്ലൈറ്റ് ചാർജ് വരും, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും, അങ്ങനെ പലതരത്തിലുള്ള ചാർജുകൾ വരും, അല്ലേ? അപ്പോൾ ആ സാധനം എടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് ഡെസ്പാച്ച് ചെയ്ത് തരണം. അപ്പോൾ അതിന് വരുന്ന ചാർജ് ഇലീഗലായിട്ട് കൂടുതൽ ചാർജ് നമ്മളുടെ നിന്ന് ഈടാക്കുന്നു. അപ്പോൾ ദി കൺസൈനി പേസ് സം ചാർജ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ഗുഡ്സ്. ആ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ ചാർജ് കൊടുത്താലേ നമുക്ക് ആ സാധനം കിട്ടുള്ളൂ. അപ്പോൾ കൺസൈനി ഹി ഈസ് എൻറ്റൈറ്റിൽ ടു റിക്കവർ സോ മച്ച് ഓഫ് ദി ചാർജ് ആസ് വാസ് ഇലീഗലി എക്സസീവ്. അപ്പോൾ അയാൾക്ക് ഇലീഗലി എക്സസീവ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇഫക്ട്സ് ഓഫ് കൊയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും ത്രട്ടൺ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ കൺസെൻറ്റ് മേടിച്ചിരിക്കുന്നത് വെച്ചെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, രണ്ട് പാർട്ടീസ് തമ്മിലാണ് ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്, കൺസൈനറും കൺസൈനിയും, അല്ലേ? അപ്പോൾ കൺസൈനർ സാധനങ്ങൾ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നു. ആ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇല്ലീഗലായിട്ട് കൂടുതൽ കാശ് ഈടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ കാശ് ഈടാക്കുമ്പോൾ ഇയാൾ എക്സസീവ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതാണിതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടിയും പറയാം, ഇഫക്ട്സ് ഓഫ് കൊയേഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക, വീണ്ടും പറയാം. Section 19 of the contract lays down that when the consent of the party to a contract is obtained by coercion, അല്ലേ? കൺസെൻറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? കൊയേഷനിലൂടെയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വോയിഡബിൾ. ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആയിരിക്കും അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി പാർട്ടി ഹൂസ് കൺസെൻറ്റ് വാസ് സോ ഒബ്റ്റെയിൻ. എങ്ങനെ? ദാറ്റ് ഈസ് ദി അഗ്രീഡ്. മൂന്നാമതൊരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ കൺസെൻറ്റ് വരുന്നത്. കാരണം അയാൾ ത്രട്ടൺ ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ നിന്ന് സമ്മതം മേടിക്കുന്നത്, അല്ലേ? അപ്പോൾ അഗ്രീഡ് പാർട്ടിക്കുടെ ഉദ്ദേശം എന്താണ്? ഈ കോൺട്രാക്റ്റ് നിലനിന്ന് പോകണമെന്നും അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവണം എന്നുള്ളതുമാണ് അയാളുടെ ഉദ്ദേശമുള്ളത്.
എന്നാണ് പറയുന്നത്. അതേമാതിരി തന്നെ അക്കോർഡിംഗ് ടു സെക്ഷൻ 72 പ്രകാരം നമ്മൾ ആർക്കെങ്കിലും ടു ഹും കാശ് നമ്മൾ അടച്ചു, എനിത്തിങ് ഹാസ് ബീൻ ഡെലിവേർഡ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് റീപേ ആൻഡ് റിട്ടേൺ ഇറ്റ്, അത് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ്, അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മളിപ്പോൾ ഒരാൾക്ക് കാശ് കടമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് തിരിച്ചു തരാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യണം. നമ്മൾ അയാൾക്ക് കാശ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കതുകൊണ്ട് റൈറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. നമ്മൾ എന്ത് പറഞ്ഞു, ഒരു റെയിൽവേ കമ്പനി റെഫ്യൂസസ് ടു ഡെലിവർ സർട്ടൺ ഗുഡ്സ് ടു ദ കൺസൈനി. എന്തുകൊണ്ടാണ്? എക്സെപ്റ്റ് അപ്പോൺ ദി പേയ്മെൻറ്റ് ഓഫ് ഇലീഗൽ ചാർജ് ഓഫ് കാരേജ്, അല്ലെ ഇലീഗലായിട്ടാണ് മേടിക്കുന്നത്. ദി കൺസൈനി പേസ് ദ സം ചാർജ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദ ഗുഡ്സ്. ഇലീഗൽ ചാർജാണ്, അപ്പോൾ അത് കാരണം റെയിൽവേ കമ്പനി അത് റെഫ്യൂസ് ചെയ്തു. ഹീ ഈസ് എൻറ്റൈറ്റിൽ ടു റിക്കവർ സോ മച്ച് ദ ചാർജ് ആസ് വാസ് ഇലീഗലി എക്സ്പെൻസീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇഫക്ട്സ് ഓഫ് കൊയേഷനിൽ നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യങ്ങളും കൂടി, വേറൊരു ടോപ്പിക് ഉണ്ട്, ഡ്രുസ് എന്ന് പറയുന്നതാണ്. ഡ്രുസ് എന്ന് പറഞ്ഞാൽ ബലാത്കാരമായിട്ട് ചെയ്യുന്നതിനെയാണ് ഡ്രുസ് എന്ന് പറയുന്നത്. ഡ്രുസ് ഈസ് ആൻ ഈക്വലൻറ്റ് ടേം ടു കൊയേഷൻ ആസ് പെർ ഇംഗ്ലീഷ് ലോ. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒന്നാണ്. ഡ്രുസ് എന്ന് പറഞ്ഞാൽ ഈക്വലൻറ്റ് ടേം ടു കൊയേഷൻ ആസ് പെർ ഇംഗ്ലീഷ് ലോ പ്രകാരം ഒരു ഈക്വലൻറ്റ് ടേം ആണ്. ഡ്രുസ് ഇൻവോൾവ്സ് ആക്ച്വൽ ഓർ ത്രെറ്റൻഡ് വയലൻസ് ഓവർ ദ പേഴ്സൺ ഓഫ് അനദർ. ഒരാൾ ആക്ച്വലായിട്ട് അല്ലെങ്കിൽ ത്രെറ്റൻ ചെയ്തിട്ട് ഓവർ ദി പേഴ്സൺ ഓഫ് അനദർ ഫോർ ഹിസ് വൈഫ്, പാരൻറ്റ് ഓർ ചൈൽഡ്, അല്ലേ. വൈഫിൻ്റെ നേരെ, പാരൻറ്റിൻ്റെ നേരെ, കുട്ടികളുടെ നേരെയൊക്കെ അങ്ങനെ ത്രെറ്റൻ ചെയ്യുക, അല്ലേ. വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ഹിസ് കൺസെൻറ്റ് ടു ദ എഗ്രിമെൻറ്റ്. എന്തായുള്ള ഉദ്ദേശം? കൺസെൻറ്റ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അവരവരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ മേൽ തന്നെ ത്രെറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. If the threat in with regard to the goods or property, the other party, it is not dress. അപ്പോൾ if the threat നമ്മൾ ഈ ത്രെട്ട് ചെയ്യുന്നത് ഇൻ വിത്ത് റിഗാർഡ് ടു എന്തിനൊക്കെ ടു ദ ഗുഡ്സ്, സാധനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക്, ഓഫ് ദി അതർ പാർട്ടി ഇറ്റ് ഈസ് നോ, അങ്ങനെയൊക്കെയാണെങ്കിൽ അത് ഡ്രസ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എന്താണ്, ഈ കൊയേഷനോട് ഈക്വലൻ്റ് ആയൊരു ടേമിനെയാണ് ഈ കൊയേഷൻ. ഡ്രുസ് ഈസ് ആൻ ഈക്വലൻ്റ് ടേം ടു കൊയേഷൻ. കൊയേഷനോട് ഈക്വലൻ്റ് ആയൊരു ടേമിനെയാണ് ഡ്രുസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോ പ്രകാരം. ഡ്രുസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഓർ ത്രെറ്റൻഡ് വയലൻസ് ഓവർ ദി പേഴ്സൺ ഓഫ് അനദർ. ഒരാൾ മറ്റൊരാളുടെ മേൽ ആക്ച്വൽ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, ത്രെറ്റൻഡ് വയലൻസ് ഓവർ ദ പേഴ്സൺ ഓഫ് അനദർ ഫോർ ഹിസ് വൈഫ്, പാരൻറ്റ്, ചൈൽഡ്, അല്ലേ. എന്തിനാ? അവരുടെ കയ്യിൽ നിന്ന് കൺസെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രുസ് എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്കാണ് കൊയേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്, അല്ലേ. അപ്പോൾ ഫ്രീ കൺസെൻറ്റിൽ ആദ്യത്തെ ടോപ്പിക്കായ കൊയേഷൻ എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായത്, അല്ലേ. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് പറഞ്ഞാൽ എന്താ? കൺസെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, അല്ലേ, ഒരേപോലെ മനസ്സാണ് അപ്പോൾ വെച്ചെങ്കിൽ അവർക്ക് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കൺസെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കൺസെൻറ്റ് കിട്ടാത്ത 5 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ കൊയേഷൻ ആയിരുന്നു. കൊയേഷൻ പറയുന്നത് സെക്ഷൻ പഠിക്കണം. സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാവണം. കൊയേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 15 പറയുന്നത്. നെക്സ്റ്റ് വൺ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 16 പറയുന്നത്. പിന്നെ ഫ്രോഡ് എന്ന് പറയുന്നത് സെക്ഷൻ 17 മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 18. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 20, 21 and 22. ഇത്രയാണ് പറയുന്നത്. ഇനി കൊയേഷനിലൂടെ നമ്മൾ പറഞ്ഞു ത്രെട്ടൺ ചെയ്തിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ആ കമ്മിറ്റ്മെൻറ്റ് ത്രെട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ അൺലോഫുള്ളായ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൻ ചെയ്യുന്നു, തടഞ്ഞു വയ്ക്കുന്നു, ആ തടഞ്ഞു വയ്ക്കുന്നത് ത്രെട്ടൺ ചെയ്തിട്ട് ചെയ്യുക. അതിനൊക്കെയാണ് നമ്മൾ കൊയേഷൻ. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ചെയ്യുക, അതിനെയാണ് ത്രെട്ടണിങ് അല്ല കൊയേഷൻ എന്ന് പറയുന്നത്. അതിൽ 5 പോയിൻറ്റുകളാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കമ്മിറ്റിംഗ് ഓർ ത്രെട്ടണിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ഇന്ത്യൻ പീനൽ കോഡ്. പിന്നെ അൺലോഫുൾ ഡീറ്റെയിനിങ് ആൻഡ് ത്രെട്ടണിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി. പിന്നെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്. കൊയേഷൻ ക്യാൻ ബി അപ്ലൈഡ് ഐദർ ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഓർ ഈവൺ ബൈ എ സ്ട്രേഞ്ചർ. ദ പ്ലേസ് ഓഫ് കൊയേഷൻ എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. പിന്നെ ത്രെട്ട് ടു കമ്മിറ്റ് സൂയിസൈഡ് ഒരു ഒഫൻസ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസ് എൻ ഒഫൻസ് ഓർ നോട്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പ്രകാരം പഠിക്കാം.
പിന്നെ ഇഫക്ട്സ് ഓഫ് കൊയേഷൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. ഇഫക്ട്സിൽ പറയാനുള്ളത്, നമ്മളെ ഒരാൾ ത്രട്ടൺ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് വെച്ചെങ്കിൽ അത് ശരിയായ തരത്തിൽ പ്രൂവ് ചെയ്യാനുള്ള, തെളിയിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ഡ്രുസ് ആണ്. ഡ്രുസ് പറഞ്ഞാൽ ബലാത്കാരത്തിൽ അല്ലേ ഒരാളെന്ത് ചെയ്യുന്നു. ഡ്രുസ് ഈസ് ആൻ ഇക്വലൻറ്റ് ടേം ഓഫ് കൊയേഷൻ ആസ് പെർ ഇംഗ്ലീഷ് ലോ. ഡ്രുസ് ഇൻവോൾവ്സ് ആക്ച്വൽ ഓർ ത്രട്ടൻഡ് വയലൻസ് അല്ലേ, ആക്ച്വൽ അല്ലെങ്കിൽ ത്രട്ടൻഡ് വയലൻസ് ഓവർ ദ പേഴ്സൺ ഓഫ് അനദർ ഫോർ ഹിസ് വൈഫ്, പാരൻറ്റ് ഓർ ചൈൽഡ് വിത്ത് എ വ്യൂ ഓഫ് ഒബ്റ്റെയിനിങ് ഹിസ് കൺസെൻറ്റ് ടു ദി അഗ്രിമെൻറ്റ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രുസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൊയേഷൻ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ ത്രട്ടനിങ്ങിലൂടെ മറ്റുള്ളവരുടെ സമ്മതം മേടിക്കുന്നതിനെയാണ് കൊയേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് സെക്ഷൻ 15 പ്രകാരമാണ് കൊയേഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് പറയാനുള്ളത് കേട്ടോ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം നോക്കുക, ചെറുതായിട്ട് തുടങ്ങി വയ്ക്കാം, ശ്രദ്ധിക്കാം. Undue influence is the improper use of any power expressed or possessed over the mind of contract. പവർ നമ്മൾ മേടിക്കുക, അധികാരം. അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ സ്വാധീനിച്ചിട്ട് മറ്റുള്ളവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്വാധീനിച്ചിട്ട് പവർ, അധികാരം പിടിച്ചെടുക്കുന്നതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. Undue influence is the improper use of any power possessed over the minds of contracting. improper ആയിട്ട്, ശരിയല്ലാത്ത തരത്തിൽ നമ്മുടെ അധികാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. Sometimes a party is compelled to enter into an agreement against his will as a result of unfair, fair ആയിട്ട് പറഞ്ഞാൽ ശരിയായത്, unfair തെറ്റായ തരത്തിൽ പെർസ്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുക, തെറ്റായ തരത്തിൽ ഓരോന്നും കപടമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണമെന്നൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അൺഫെയർ ആയിട്ട് ശരിയായ തെറ്റായ തരത്തിൽ പറയാം. നമുക്ക് ശരിയായ തരത്തിൽ വിവരമില്ലാത്ത കാരണം നമ്മളതിൽ അറിയാണ്ട് അങ്ങോട്ട് പെട്ടുപോകുന്നു അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് അൺഫെയർ പെർസ്യൂഷൻ ബൈ ദി അതർ പാർട്ടി. This happens when a special kind of relationship exists between them. ആ പാർട്ടീസ് തമ്മിലൊരു റിലേഷൻഷിപ്പ്, എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ദാറ്റ് റിലേഷൻഷിപ്പ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് ദി കൺസെൻറ്റ് ഓഫ് അതർ. അപ്പം നമ്മൾ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, ചിലരുമായിട്ട് നല്ലൊരു അടുപ്പമൊക്കെ ഉണ്ടായിരിക്കും. ആ അടുപ്പം ഉപയോഗിച്ചിട്ട് അവരെ പ്രഷർ ചെയ്തിട്ട് അവരെ അതിലേക്ക് പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് ദി ഇംപ്രോപ്പർ യൂസ് ഓഫ് എനി പവർ പൊസസ്ഡ് ഓവർ ദ മൈൻഡ്സ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടി അല്ലേ. സംടൈംസ് എ പാർട്ടി ഈസ് കമ്പൽഡ് ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ് എഗൻസ്റ്റ് ഹിസ് വിൽ ആസ് എ റിസൾട്ട് ഓഫ് അൺഫെയർ ആയിട്ട് അല്ലേ, ശരിയല്ലാത്ത തരത്തിൽ നമ്മളെ പെർസ്യൂ ചെയ്യുന്നു. ആൻഡ് ബൈ ദി അതർ പാർട്ടി. ദിസ് ഹാപ്പൻസ് വെൻ ദി സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ദാറ്റ് റിലേഷൻഷിപ്പ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് അല്ലേ, ഒരു പ്രത്യേക റിലേഷൻഷിപ്പ്. അപ്പം നമുക്ക് വയ്യാന്ന് വിട്ട് പറയാനും വയ്യ. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞാൽ അയാളുമായിട്ടൊരു പ്രത്യേക റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ആ കാര്യം നമുക്ക് ചെയ്യാൻ വയ്യ എന്ന് പറയാൻ, അവോയ്ഡ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ സമയത്ത് ദാറ്റ് റിലേഷൻഷിപ്പ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ്, ആ റിലേഷൻഷിപ്പിലൂടെ കൺസെൻറ്റ് മേടിച്ചെടുക്കുന്നു. അതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇതുവരെയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കുക. ഏത് ബുക്ക് ഉപയോഗിച്ചാലും അതിൻ്റെ കണ്ടൻറ്റ് ഒരേപോലെ തന്നെയാണ് പറയുന്നത്, യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.